CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജു തന്നെ തുടരും. 75 വയസ്സ് പൂർത്തിയാക്കിയ മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിരമിക്കുമ്പോൾ രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ അറിയിച്ചു. പ്രായപരിധി മുൻനിർത്തി ഡോക്ടർ കെ നാരായണ, പല്ലവ് സെൻ ഗുപ്ത, സയ്യിദ് അസീസ് പാഷ, നാഗേന്ദ്രനാഥ് ഓജ എന്നിവരെയാണ് ഒഴിവാക്കുക. ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രായപരിധിയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. 75 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും വിരമിക്കണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. എന്നാൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി രാജ വികാരാധീനനാവുകയായിരുന്നു. പാർട്ടിക്കായി ജീവിതം മാറ്റിവെച്ച ആളാണ് താനെന്ന് രാജ യോഗത്തിൽ പറഞ്ഞു. ഇതോടെയാണ് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ കേരള ഘടകം വഴങ്ങിയത്. 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ തീരുമാനമായത്. പക്ഷേ 75 വയസ്സ് പൂർത്തിയായ മറ്റു നേതാക്കൾ നിർബന്ധമായി വിരമിക്കണമെന്ന് കേരള ഘടകം നിലപാടെടുത്തു. സെക്രട്ടേറിയറ്റിലും കൌൺസിലിലും പ്രായപരിധി പാലിച്ച് പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് നീക്കം. പ്രായപരിധി കർശനമായി പാലിക്കണമെന്ന കേരള നിലപാടിനൊപ്പമായിരുന്നു തമിഴ്നാട്. പ്രായപരിധി നടപ്പാക്കണമെന്ന് പറഞ്ഞെങ്കിലും രാജയ്ക്ക് ഇളവ് നൽകുന്നതിനെ മഹാരാഷ്ട്ര അനുകൂലിച്ചു. എന്നാൽ പ്രായപരിധി നടപ്പാക്കി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണമെന്ന നിലപാടിലായിരുന്നു ആന്ധ്രാപ്രദേശും തെലങ്കാനയും. അതേസമയം സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാതെ പോയ ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ രാജയെ നിലനിർത്തുന്നതിനോട് യോജിച്ചു. അതോടൊപ്പം രാജ്യസഭാ കക്ഷി നേതാവും പാർട്ടി നിർവാഹക സമിതി അംഗവുമായ പി സന്തോഷ് കുമാറിനും പ്രകാശ് ബാബുവിനും CPI ദേശീയ സെക്രട്ടേറിയറ്റിൽ അവസരം ലഭിക്കുമെന്നാണ് സൂചനകൾ. പ്രായപരിധി മാനിച്ച് കേരളത്തിലെ നേതൃപദവികളിൽ നിന്നൊഴിഞ്ഞ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ദേശീയ കൌൺസിലിൽ നിന്ന് ഒഴിവാകും. VS സുനിൽകുമാറിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പത്തെത്തിയ ആദ്യ ദളിത് നേതാവാണ് ഡി രാജ. 2019 മുതൽ CPIയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. സുധാകർ റെഡ്ഡി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ഡി രാജ ആദ്യമായി ജനറൽ സെക്രട്ടറിയായത്. പിന്നീട് 2022 വിജയവാഡയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിലും രാജ ജനറൽ സെക്രട്ടറിയാവുകയായിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.